അബ്രാമിസ് ആണ്. അണ്ടർസ്റ്റാൻഡിങ് സെക്യുലറിസം എന്ന് പറഞ്ഞാൽ നമ്മൾ പൊളിറ്റിക്കൽ സയൻസിലെ സെക്കൻഡ് ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ സെക്യുലറിസം നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടല്ലേ. ആൻഡ് ഈ ഇന്ത്യൻ സെക്യുലറിസം വെസ്റ്റേൺ സെക്യുലറിസം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, കമ്പയർ ചെയ്ത് പഠിക്കാൻ പോവാണ്. ഈ രണ്ട് കൺട്രിയിലെയും സെക്യുലറിസം, ആ ഐഡിയോളജിയിൽ അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ രണ്ട് കൺട്രിയിലെ ഇന്ത്യ ആൻഡ് അമേരിക്ക, ഇവിടുത്തെ രണ്ട് സെക്യുലറിസത്തിനെ നമ്മൾ എന്ത് ചെയ്യാണ്, കമ്പയർ ചെയ്യാൻ പോവാണ്. ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് വെസ്റ്റേൺ സെക്യുലറിസത്തിന്റെ പ്രത്യേകത എന്താണെന്നാണ്. എന്തായിരുന്നു വെസ്റ്റേൺ സെക്യുലറിസം അല്ലെങ്കിൽ അമേരിക്കയിൽ അവർ ഫോളോ ചെയ്യുന്ന ഒരു സെക്യുലർ ഐഡിയോളജിന്റെ പ്രത്യേകത? കൃത്യമായിട്ട് അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ സമയത്ത് അതിൽ എന്തായിരുന്നു, ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് അല്ലെ. അമെൻമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുത്തുന്ന ചേഞ്ചസിനെയാണ് അല്ലെ, ആ ഒരു പ്രോസസ്സിനെയാണ് അമെൻമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യമായിട്ട് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുത്തിയ മാറ്റം എന്ന് പറയുന്നത് എന്ത് ചെയ്തു, റിലീജിയനെയും സ്റ്റേറ്റിനെയും എന്ത് ചെയ്തു, സെപ്പറേറ്റ് ചെയ്തു അല്ലെ. സെപ്പറേഷൻ ഓഫ് റിലീജിയൻ ആൻഡ് സ്റ്റേറ്റ്. എന്തിനായിരുന്നു അങ്ങനെ ചെയ്തത്? റിലീജിയസ് അഫയേഴ്സിൽ സ്റ്റേറ്റ് കയറി ഇടപെടാൻ പാടില്ല, ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ആരും എന്ത് ചെയ്യാൻ പാടില്ല, സ്റ്റേറ്റ് അഫയേഴ്സിൽ റിലീജിയനെയും ഇന്റർഫിയർ ചെയ്യാൻ സമ്മതിച്ചിരുന്നില്ല. അല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളെയും, സ്റ്റേറ്റിനെയും റിലീജിയനെയും സെപ്പറേറ്റ് ചെയ്യുക അല്ലെ. സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അമേരിക്കയിലെ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ചെയ്തത്? സ്റ്റേറ്റിന്റെ ഒരു കാര്യങ്ങൾ അല്ലെ, സ്റ്റേറ്റ് എന്ത് ചെയ്യാൻ പാടില്ല, സ്റ്റേറ്റ് ഒരിക്കലും ഒരു റിലീജിയനെയും അതിന്റെ ഒഫീഷ്യൽ റിലീജിയനായിട്ട് പ്രിഫർ ചെയ്യാൻ പാടില്ല. അത് മാത്രമല്ല ഒരു റിലീജിയനെയും അല്ലെ പാർഷ്യലായിട്ട് ബിഹേവ് ചെയ്യാൻ പാടില്ല, ആൻഡ് അതിന് പ്രിഫറൻസ് കൊടുക്കാൻ പാടില്ല. ഇതിനു വേണ്ടിയിട്ടായിരുന്നു അമേരിക്കയിലെ ഫസ്റ്റ് അമെൻമെന്റിൽ അവരെന്ത് ചെയ്തിട്ടുണ്ടായത്, റിലീജിയനെയും സ്റ്റേറ്റിനെയും സെപ്പറേറ്റ് ചെയ്തത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ യോധ ബാച്ചിലേഴ്സ് 8 CBSEക്ക് വേണ്ടിയിട്ട് സൈലത്തിൻ്റെ ആപ്പിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളെല്ലാവരും ആണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് നിങ്ങൾക്ക് ക്ലാസ്സസ് എടുക്കുന്നത്. ക്ലാരിഫിക്കേഷൻ, സെപ്പറേറ്റ് ഓരോ ചാപ്റ്ററിൻ്റെയും കൃത്യമായിട്ടുള്ള യൂണിറ്റ് ടെസ്റ്റുകൾ, ഓരോ ചാപ്റ്ററിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ലൈഡ്സ്, നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണല്ലേ, നിങ്ങൾക്ക് കണ്ടാലറിയാം. 2499 രൂപയ്ക്കാണ് നമ്മളെ ക്ലാസ്സസ്. വളരെ അഫോർഡബിൾ ആണ്. അപ്പം എത്രയും പെട്ടെന്ന് നന്നായിട്ട് പഠിക്കാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കുക. US എന്ന് പറഞ്ഞ കൺട്രിയുടെ അല്ലെ വെസ്റ്റേൺ സെക്യുലറിസത്തിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. US എന്ന കൺട്രിയിൽ സെക്യുലറിസം കൊണ്ട് അവർ എന്താണ് മീൻ ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലേ. എന്തായിരുന്നു US കോൺസ്റ്റിറ്റ്യൂഷൻ, ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് എന്ന് പറയുന്നത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായി, ഈ സ്റ്റേറ്റിനെയും റിലീജിയനെയും സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ടായി അല്ലേ. എന്തായിരുന്നു, സ്റ്റേറ്റ് എന്ത് ചെയ്യാൻ പാടില്ല, കൃത്യമായിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കണം. സ്റ്റേറ്റ് ഒരിക്കലും റിലീജിയസ് അഫയേഴ്സിൽ ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല, ആൻഡ് റിലീജിയൻ എന്ത് ചെയ്യാൻ പാടില്ല, സ്റ്റേറ്റ് അഫയേഴ്സിലും ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല. ഈ വെസ്റ്റേൺ സെക്യുലറിസം ഇന്ത്യൻ സെക്യുലറിസം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പം ആ ഒരു ഡിഫറൻസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുന്നത് വെസ്റ്റേൺ സെക്യുലറിസം പോലെ ആയിരുന്നോ? അല്ല. എന്നായിരുന്നു ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്? വെസ്റ്റേൺ സെക്യുലറിസം നമ്മൾ ഇപ്പം പറഞ്ഞേ ഉള്ളൂ, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അവിടെ ഒരു സെപ്പറേഷൻ ഉണ്ട് അല്ലേ. സ്റ്റേറ്റിന് എന്ത് ചെയ്യാൻ പാടില്ല, റിലീജിയസ് അഫയേഴ്സിൽ ഇടപെടാൻ പാടില്ല. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയാണോ? അല്ല. എന്തുകൊണ്ടാ? സ്റ്റേറ്റിന് ഇന്റർഫിയർ ചെയ്യാം. എപ്പോഴും കയറി ഇന്റർഫിയർ ചെയ്യാൻ പറ്റില്ല, തോന്നിയ പോലെ ഇന്റർഫിയർ ചെയ്യാൻ പറ്റില്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയിനല്ലേ വയലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യം അല്ലെ, റിലീജിയന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ റിലീജിയസ് അഫയേഴ്സിൽ നടക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സ്റ്റേറ്റിന് ഇന്റർഫിയർ ചെയ്യാം. അത് മാത്രമല്ല, എങ്ങനെയാണ് ഇന്റർഫിയർ ചെയ്യുന്നത്? കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയുടെ അല്ലെ, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ലോയിലൂടെ അതിന്റെ പവറിലാണ് സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നത്, ഒരു റിലീജിയന്റെ അഫെയറിൽ ഇന്റർഫിയർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, ഇന്ത്യയിൽ വലിയൊരു വേർഡിക്റ്റ് ആയിരുന്നു, വലിയൊരു ഇഷ്യൂ, ഒരു കോൺട്രോവേഴ്ഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂ ആയിരുന്നു ശബരിമല വേർഡിക്റ്റ് അല്ലേ. എന്തായിരുന്നു, സ്ത്രീകളെ ആ ഒരു എൻട്രി, അതെന്തായിരുന്നു, ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്ന ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലേ, നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ലോയിനെ വയലേറ്റ് ചെയ്യുന്ന ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ലോയിന്റെ പവറിലൂടെയായിരുന്നു എന്ത് ചെയ്തിട്ടുള്ളത്, സ്ത്രീകൾക്ക് അവിടെ പ്രവേശിക്കാമെന്ന് സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. യെസ്, നമുക്കറിയാം. ഇത്രയും വലിയൊരു ഇഷ്യൂ നടന്ന എന്തുകൊണ്ടാ, സ്റ്റേറ്റിന് അവിടെ എന്ത് ചെയ്യാൻ പറ്റി, ഇന്റർഫിയർ ചെയ്യാൻ പറ്റി റിലീജിയസ് അഫയേഴ്സിൽ അല്ലേ. എന്തിലൂടെ? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ലോയിലൂടെ. ഇപ്പൊ മനസ്സിലായോ എങ്ങനെയാണ് ഇന്ത്യൻ സെക്യുലറിസത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ സ്റ്റേറ്റ് ഒരു റിലീജിയസ് അഫയേഴ്സിൽ ഇന്റർഫിയർ ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ വെസ്റ്റേൺ സെക്യുലറിസം ഇന്ത്യൻ സെക്യുലറിസം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? വെസ്റ്റേൺ സെക്യുലറിസം അല്ലെ US പോയി കഴിഞ്ഞാൽ സ്റ്റേറ്റ് എന്ത് ചെയ്യില്ല, ഇന്റർഫിയർ ചെയ്യില്ല, ആൻഡ് റീജിയൻ എന്ത് ചെയ്യില്ല, സ്റ്റേറ്റ് അഫയേഴ്സിലും ഇന്റർഫിയർ ചെയ്യില്ല.
ഇന്ത്യൻ സെക്യുലറിസം അങ്ങനെ ഒരുപാട് ഇന്റർഫിയർ ചെയ്യില്ല. ഓരോ റിലീജിയനും നമുക്കല്ലേ ഇഷ്ടമുള്ള റിലീജിയൻ ഫോളോ ചെയ്യാനുള്ള പ്രാക്ടീസ് ചെയ്യാനുള്ള ഫ്രീഡം നമുക്കുണ്ട്. ആൻഡ് നമ്മൾ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നില്ല, ഒരു റിലീജിയനെയും വെസ്റ്റേൺ സെക്യുലറിസം പോലെ തന്നെ US പോലെ തന്നെ പ്രിഫർ ചെയ്യുന്നില്ല, ഒരു ഒഫീഷ്യൽ റിലീജിയൻ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ല. എല്ലാവരെയും ഈക്വൽ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ എന്താണ് റിലീജിയസ് അഫയേഴ്സിൽ ഇന്റർഫിയർ ചെയ്യുന്നുണ്ട്. എപ്പോഴാണ് ഇന്റർഫിയർ ചെയ്യുന്നത്? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ലോയിലൂടെ അല്ലേ, ഒരു അത്രയും ഫണ്ടമെന്റൽ ആയിട്ടുള്ള നമ്മൾ ബേസിക് സ്ട്രക്ചറിനെ ബാധിക്കുന്ന, കോൺസ്റ്റിറ്റ്യൂഷൻ ബേസിക് സ്ട്രക്ചറിനെ ബാധിക്കുന്ന ലൈക്ക് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ വയലേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് തോന്നിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അല്ലേ, അങ്ങനത്തെ റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നത്, റിലീജിയന്റെ അഫയേഴ്സിൽ ഇന്റർഫിയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങൾ ഇത്രയും ക്ലിയർ ആണല്ലോ. എന്താണ് വെസ്റ്റേൺ സെക്യുലറിസം, ഇന്ത്യൻ സെക്യുലറിസം, അത് തമ്മിലുള്ളൊരു ഡിഫറൻസ് മനസ്സിലായല്ലോ. ഇന്ത്യൻ സെക്യുലറിസം ഇത്രയേ ഉള്ളൂ. റിലീജിയനും സ്റ്റേറ്റും സെപ്പറേറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ സെപ്പറേറ്റഡ് അല്ല. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് റിലീജിയൻ തമ്മിൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അമേരിക്കൻ കൺട്രിയിലോ US എന്താ, അവിടെ കൃത്യമായിട്ടുള്ളൊരു സെപ്പറേഷൻ ഉണ്ട്. സ്റ്റേറ്റ് ഒരിക്കലും എന്ത് ചെയ്യില്ല, റിലീജിയന്റെ അഫെയറിൽ ഇന്റർഫിയർ ചെയ്യില്ല, റിലീജിയനും അതുപോലെ തന്നെ തിരിച്ചും ചെയ്യില്ല. പക്ഷെ ഇന്ത്യൻ സെക്യുലറിസം കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇന്ത്യൻ സെക്യുലറിസം, വെസ്റ്റേൺ സെക്യുലറിസം അല്ലേ, ഇന്ത്യ അമേരിക്ക ഈ രണ്ട് കൺട്രിയുടെയും സെക്യുലറിസം എന്ന് പറഞ്ഞാൽ ഐഡിയോളജിയിലെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇതുപോലത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.